الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാച് മനുഷ്യന്റെ ജന്മശത്രുവാണ് എന്നും സദാസമയവും നമ്മെ പിഴപ്പിക്കുവാനും അപകടത്തിൽപ്പെടുത്തുവാനും തക്കം പാർത്ത് കാത്തിരിക്കുകയാണ് ആ ശത്രു എന്നും, അതുകൊണ്ട് തന്നെ നമ്മൾ നിതാന്ത ജാഗ്രത പാലിക്കുകയും ശ്രദ്ധയുള്ളവരായിരിക്കുകയും വേണമെന്നുമൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കി. പിശാചിനെ നമ്മിൽ നിന്ന് അകറ്റുവാനും പിശാചിന്റെ കെണികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും പറ്റിയ ഏറ്റവും ഫലപ്രദമായ മാർഗം ദിക്റുകളാണ്. ഉറക്കിൽ നിന്നുണരുന്നത് മുതൽ രാത്രി നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സുരക്ഷാ കവചം എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഒരു യാത്രക്ക് വേണ്ടി നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ പുറപ്പെടുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്ബിൽ ബരമേൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ആ പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. ഒരു ഗുണം എനിക്ക് നേടിത്തരാൻ, ഒരു ദോഷം എന്നിൽ നിന്ന് മാറ്റിക്കളയാൻ എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തിയും കഴിവും എന്റെ റബ്ബിന് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ തനഹാ അൻഹു ശൈത്വാൻ, പിശാച് വഴിമാറിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മലക്കുകൾ പറയും ഹുദീത്ത, നീ സന്മാർഗത്തിലായി, വകുഫീത്ത, നിനക്ക് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ മലക്കുകൾ തമ്മിൽ പറയുമ്പോൾ പിശാചുക്കൾ പരസ്പരം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫയഖൂലു ലഹു ശൈത്വാനുൻ ആഖർ കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ. അല്ലാഹു സംരക്ഷണം നൽകിയ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നിരാശരായി പിശാചുക്കൾ പരസ്പരം സങ്കടം പറയുമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും സകല സന്ദർഭങ്ങളിലും ആ ദിക്റുകളുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് നിരാശനായി മടങ്ങുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവര് പരസ്പരം പറയും ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ സ്ഥലമില്ല, രാത്രി ഭക്ഷണം കഴിക്കുവാനുള്ള യാതൊരു വകയും ഇവിടെയില്ല എന്ന് പറഞ്ഞ് അവർ നിരാശരായി അത്തരം വീടുകളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പരിശുദ്ധ ഖുർആൻ പിശാചിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തന്ന ഒരു പേരാണ് അൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദീ യഖ്നസു വയതവാറ ഇദാ ദക്കറ അൽ അബ്ദു റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ ഓർത്താൽ, ദിക്ർ ചെയ്താൽ ആ പിശാച് അവനിൽ നിന്ന് ഓടി ഒളിക്കും, പിന്മാറിക്കളയും. വഇൻദൽ ഇസ്തിആദതി ബില്ലാഹി മിൻഹു, ആ പിശാചിൽ നിന്ന് പടച്ചവനോട് നമ്മൾ ശരണം തേടിയാൽ, രക്ഷ ചോദിച്ചാൽ പിശാച് അവിടെ നിന്ന് ഓടി അകലുമെന്നാണ് അതിന്റെ അർത്ഥം അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ. അതല്ലാതെ പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമാണ് എന്ന് കരുതി നമ്മൾ പിശാചിനെ ചീത്ത വിളിച്ചിട്ട് ലഅനത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ പിശാചിന്റെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏലസും ഐക്കല്ലും ചരടും ഉറുക്കും ഒന്നും പരിഹാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അദ്കാറുകളും ഇസ്തിആദത്തും, അള്ളാഹുവിനുള്ള രക്ഷ തേടലും അതേപോലെ പടച്ചറബിനെ കൊള്ളയുള്ള ദിക്റുകളുമാണ് അതിനുള്ള കാവൽ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിന്റെ വചനം നമ്മെ പഠിപ്പിച്ചത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 97-98 ആയത്തുകൾ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, പറയൂ പ്രവാചകരെ, എന്റെ റബ്ബേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും, എല്ലാവിധ കെണികളിൽ നിന്നും. ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫീ കുല്ലി ശൈഇൻ മിൻ അംരി, എന്റെ സകലമായ കാര്യങ്ങളിലും പിശാച് ഇടപെടുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുകയാണ്, ആശ്രയം തേടുകയാണ്. അമറഹു അൻ യസ്തഈദ മിനശ് ശയാത്തീൻ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുവാൻ വേണ്ടി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നു. ലിഅന്നഹും ലാ തൻഫഉ മഅഹും അൽ ഹിയൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല വിശ്വാസികളായ നമ്മളോട് എല്ലാവരോടുമുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ അഭയം തേടാൻ പറഞ്ഞത്? കാരണം ലാ തൻഫഉ മഅഹുൽ ഹിയൽ, അവരെ ഏതെങ്കിലും തരത്തിൽ പാകപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ അവിടെ ഫലപ്പെടുകയില്ല. വലാ യൻഖാദൂന ബിൽ മഅറൂഫ്, എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് അവരെ ഒന്ന് കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അതിനും സാധിക്കുകയില്ല. അവർ ആജന്മ ശത്രുവായതുകൊണ്ട് എങ്ങനെയെല്ലാം നമ്മെ അപായപ്പെടുത്താം, അപകടപ്പെടുത്താം എന്നതിലാണ് അവരുടെ പ്രത്യേകമായ മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളുടെ തന്ത്രങ്ങൾ അവരുടെ മുമ്പിൽ വിലപ്പോവുകയില്ല. നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് അവരെ വശീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഷേഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ നമുക്ക് 2 തരത്തിലുള്ള ശത്രുക്കളെ പരിചയപ്പെടുത്തി തരുന്നു. ഒന്ന്, മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെയുള്ള ഒരു തരം ശത്രുക്കളാണ് എങ്കിൽ ഖുർആൻ ഈ 2 ശത്രുക്കളെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യവും വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ ശത്രുതയാണ്. മനുഷ്യന്മാരായ ആളുകളോടുള്ള ശത്രുതയാണെങ്കിൽ, അവരുടെ ഉപദ്രവങ്ങളാണ് എങ്കിൽ ഖുർആൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആ മനുഷ്യനാണെങ്കിൽ പോലും അയാളോട് നീ നല്ല രീതിയിൽ തിരിച്ചു പ്രതികരിക്കണമെന്നാണ്. അവരൊന്ന് ചീത്ത പറഞ്ഞാൽ 1-ന് 9 പറയല്ല,
കൊമ്പ് കോർക്കാൻ അങ്ങോട്ട് പോവുകയല്ല. അവിടെ വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും നന്മയുടെയും പ്രതീകങ്ങളായി നിങ്ങൾ മാറിയാൽ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തികൾ കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങളുടെ ഏറ്റവും ഒറ്റ ക്ലോസ് ഫ്രണ്ടായി മാറുമെന്നാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എമ്പാടും അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയുള്ള വഴികളല്ല ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. വഅമ്മൽ മുസീഉ മിനശ്ശയാത്തീൻ, പിശാചുക്കളിൽ നിന്ന് നിങ്ങളോട് മോശമായി പെരുമാറുന്ന, നിങ്ങളോട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുവാൻ നടക്കുന്ന ആളുകളെ ഫഇന്നഹു ലാ യുഫീദു ഫീഹിൽ ഇഹ്സാൻ, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്തുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ച് അവരെ നിങ്ങൾ മിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുകയില്ല. മറിച്ച് അവിടെ രക്ഷാമാർഗമായ അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് ഇസ്തിആദത്താണ്, രക്ഷ തേടലാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ, ഐ അഅ്തസിമു ബിഹൗലിക വഖുവ്വതിക, അല്ലാഹുവേ ഞാൻ നിന്റെ ശക്തിയിൽ നിന്റെ കഴിവിൽ അവലംബിച്ചുകൊണ്ട് ആശ്രയം തേടുകയാണ്. മുതബർരിഅം മിൻ ഹൗലി വഖുവ്വതി, എനിക്ക് യാതൊരു കഴിവുമില്ല, എന്റെ ശക്തിയും എന്റെ കഴിവുമെല്ലാം വിട്ട് ഞാൻ നിന്നിൽ അഭയം തേടുകയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. അതിന്റെ താല്പര്യം എന്താണ് എന്നറിയോ? വഹാദിഹി ഇസ്തിആദത്തുൻ മിൻ മാദ്ദത്തിശ് ശർരി കുല്ലിഹി വഅസ്ലിഹി, എല്ലാത്തരം തിന്മയിൽ നിന്നും എല്ലാത്തരം ഷർറിന്റെയും അടിസ്ഥാനങ്ങളിൽ നിന്നും പടച്ചറബിനോടുള്ള ശരണം തേടലാണ്, രക്ഷപ്രാപിക്കലാണ് അതിലൂടെ. ജമീഇ നസഗാത്തിശ് ശയാത്തീൻ, പിശാചുണ്ടാക്കുന്ന എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് നമ്മൾ ആശ്രയം കണ്ടെത്തി അഭയം തേടുകയാണ്. വമിൻ മസ്സിഹി വവസ്വസതിഹി, പിശാച് നമ്മെ ബാധിക്കുന്നതിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് എന്ന് വേണ്ട സകലമാന ദോഷങ്ങളിൽ നിന്നും ഫഇദാ അആദല്ലാഹു അബ്ദഹു മിൻ ഹാദാ ശർർ, ഈ ഷർറിൽ നിന്ന് അഥവാ എല്ലാവിധ ഷർറുകളുടെയും അടിസ്ഥാന കാരണമായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു ഒരാൾക്ക് രക്ഷ നൽകിക്കഴിഞ്ഞാൽ വഅജാബ ദുആഅഹു, ആ മനുഷ്യന്റെ ആത്മാർത്ഥമായ ഈ പ്രാർത്ഥനക്ക് പടച്ചറബ് ഇജാബത്ത് നൽകിയാൽ, ഉത്തരം നൽകിക്കഴിഞ്ഞാൽ സലിമ മിൻ കുല്ലി ശർ, എല്ലാ ഷർറിൽ നിന്നും അയാൾ സുരക്ഷിതനായി. വവുഫിഖ ലികുല്ലി ഖൈർ, എല്ലാ നന്മകൾക്കും അയാൾക്ക് തൗഫീഖ് ഉണ്ടാകും. അല്ലാത്തിടത്തോളം ഏത് നന്മയുടെയും മുടക്കിയായി തളർച്ചയും അലസതയും മടിയുമൊക്കെയായി പിശാച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഇടവും വലവും മുന്നിലും പിന്നിലുമൊക്കെ. ആ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചറബിലേക്ക് അഭയം തേടുക എന്നല്ലാതെ മറ്റു കുറുക്കു വഴികളില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ദിക്റിന്റെയും ഇസ്തിആദത്തിന്റെയും സ്ഥാനത്ത് അറിവില്ലാത്ത ചില ആളുകൾ എന്ത് ചെയ്യും? ഇസ്ലാം പഠിപ്പിക്കാത്ത പല കാര്യങ്ങളിലേക്കും നീങ്ങും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരട് മന്ത്രിച്ച് കെട്ടുക, അതല്ലെങ്കിൽ ഏലസും ഐക്കല്ലും ഉറുക്കും ഒക്കെ കെട്ടി നടക്കുക. ഇതൊന്നും ഇസ്ലാമികമായ മാർഗമല്ല. മറിച്ച് പടച്ചറബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ചീത്ത പറയും പിശാചിനെ ലഅനത്ത് ചൊല്ലും ആ സന്ദർഭത്തിൽ. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് സ്വല്ലി അലൻ നബി, നബിയുടെ പേരിൽ സ്വലാത്ത് പറയൂ എന്ന് ആ സന്ദർഭത്തിൽ പറയും. പക്ഷെ ആ സന്ദർഭത്തിൽ ഒന്നും അതല്ല അതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചീത്ത പറഞ്ഞാൽ, നിങ്ങൾ ആ സന്ദർഭത്തിൽ പിശാചിനെതിരെ ഒരു പൊറുതികേട് കാണിച്ചുകൊണ്ട് പിശാചിനെ ശപിക്കുകയോ ശകാരിക്കുകയോ ചെയ്താൽ ഇദാ സമിഅഹാ തആലം, ആ പിശാച് ഗർവ് കാണിക്കും. ഹത്താ യസീറ കൽ ജബൽ, ഒരു പർവ്വത സമാനമായി അവൻ അഹങ്കരിക്കും. അവൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ പ്രഖ്യാപിക്കുന്നത് എന്നെ കൊണ്ട് അവർ അസ്വസ്ഥതപ്പെടുന്നല്ലോ, അതിൽ ഊറി ഊറി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. മറിച്ച് നിങ്ങൾ വൽ യഖുൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും മനപ്പെടുപ്പുകളും ഒക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, ശപിക്കപ്പെട്ട പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞാൽ ഫഇന്നഹു ഇദാ ഖാലഹാ തളാഅല വതസാഗറ, ആ പിശാച് അങ്ങ് ചെറുതായി ചെറുതായി ഇല്ലാതെയായി പോകുമെന്ന്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരിക്കൽ ഒരു സ്വഹാബി യാത്ര ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ ആ സ്വഹാബി വാഹനപ്പുറത്ത് നിന്ന് വീണപ്പോൾ
നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് പോലെ നാശം പിടിച്ച പിശാച് എന്ന രീതിയിൽ പിശാചിനെ ആക്ഷേപിച്ചുകൊണ്ടൊരു വാചകം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തിരുത്തി. പ്രവാചകൻ പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്വാൻ. ഇത്തരം ഘട്ടങ്ങളിൽ പിശാച് നശിക്കട്ടെ, തുലയട്ടെ എന്നല്ല നീ പറയേണ്ടത്. ഫഇന്നക ഇദാ ഖുൽത ദാലിക തആലം. നീ അങ്ങനെ പറഞ്ഞാൽ പിശാച് അഹങ്കരിക്കും, അവൻ ഗർവ് കാണിക്കും. ഹത്താ യകൂന മിസ്ലൽ ബൈത്ത്. വലിയൊരു കെട്ടിടം പോലെ അവൻ അങ്ങ് ഉയർന്ന് അഹങ്കരിച്ചു നിൽക്കും. വയഖൂലു ബിഖുവ്വതി. എന്റെ ശക്തി കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവൻ വിളിച്ചു പറയുകയും ചെയ്യും. വലാകിൻ ഖുൽ. മറിച്ച് നീ ഇങ്ങനെ പറയണം, ബിസ്മില്ലാ അഊദു ബില്ലാഹ് മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ പടച്ച റബ്ബിൽ അഭയം തേടുന്നു എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇസ്തിആദത്ത് നടത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് രക്ഷ തേടിയാൽ, തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാബ്. ഒരു ഈച്ചയെ പോലെ നിസാരനായി ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ മാറിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നറിയോ? അസ്തജീറു ബിഹി. ഞാൻ പടച്ച റബ്ബിൽ അഭയം തേടിയിരിക്കുകയാണ്. വഅൽതജിഉ ഇലൈഹി മിനശ് ശയാത്തീൻ. പിശാചുക്കളിൽ നിന്നെല്ലാം ഞാൻ അഭയം കണ്ടെത്തിയിരിക്കുന്നത് എന്റെ റബ്ബിലാണ്. ആ റബ്ബിൽ ഞാൻ ആശ്രയവും അവലംബവും അതേപോലെ തന്നെ അഭയവും കണ്ടെത്തി അവനോട് അഭയം തേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സദാസമയവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട, നാവിലുണ്ടാകേണ്ടുന്ന ഒരു ദിക്റാണ്. ആ ദിക്റും അതേപോലെ തന്നെയുള്ള ഇസ്തിആദത്തുകളും വേണ്ടതാണ് എങ്കിലും, എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിലും പ്രത്യേകം അഊദു ചൊല്ലുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രത്യേകമായി പറയാൻ പഠിപ്പിക്കപ്പെട്ട കുറെ സന്ദർഭങ്ങളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു. ഒന്ന്, ഖുർആൻ ഓതുവാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് വേണം ഓതാൻ. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനോട് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടുക. ഫഇദാ ഖറഅതൽ ഖുർആൻ. ഖുർആൻ നിങ്ങൾ ഓതാൻ തുടങ്ങുമ്പോൾ. കാരണം പലപ്പോഴും നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും. വേറെ ഏതിലും മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ പോകുന്നത് നമുക്ക് അറിയാറില്ല. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നോക്കി നമ്മൾ എത്രയോ സമയം കളയും. എന്നാൽ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഒരു 5 മിനിറ്റ് ഓതുമ്പോഴേക്കും 2 പേജ് നമ്മൾ മറിക്കുമ്പോഴേക്കും നമുക്കൊരു മടുപ്പാണ്, അലസതയാണ്, മടിയാണ്, ഉറക്കം തൂങ്ങലാണ്, ക്ഷീണമാണ്. എന്താണ്? പിശാച് നമ്മെ നന്മയിൽ നിന്ന് തടയിടുന്നു. അതുകൊണ്ട് മുദബ്ബിറൻ ലിമഅനാഹ, നാം ചൊല്ലുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഇസ്തിആദത്തിന്റെ രക്ഷാമന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട്, മുഅ്തമിദൻ ബിഖൽബിഹി അലല്ലാഹ്, മനസ്സുകൊണ്ട് പടച്ച റബ്ബിൽ നന്നായി മുറുക്കെ പിടിച്ചുകൊണ്ട്, അല്ലാഹുവിൽ ആശ്രയിച്ചുകൊണ്ട്, ഫീ സർഫിഹി അൻഹു, പിശാചിന്റെ എല്ലാത്തരം കുതന്ത്രങ്ങളിൽ നിന്നും ഞാൻ എന്റെ റബ്ബിനെ കൊള്ളെ സമീപിച്ചിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു എന്ന അർത്ഥമറിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷായി ആ ദിക്റൊന്ന് ചൊല്ലിയാൽ, ഇസ്തിആദത്ത് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും പിശാച് നമ്മെ ഉപദ്രവിക്കുവാൻ പുറപ്പെട്ടാലും സാധിക്കുകയില്ല എന്ന്. നല്ല ഈമാനും തവക്കുലും ബിഹില്യത്തിൽ ഈമാനി വത്തവക്കുൽ, ഈമാനിന്റെയും തവക്കുലിന്റെയും ശരിയായ ആശയം ഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ആ ദിക്ർ ഉരുവിടണം. അതേപോലെ തന്നെ മനസ്സിൽ ദുശ്ചിന്തകൾ വരുമ്പോൾ, ദുർബോധനങ്ങൾ പിശാചുകൾ ഇട്ടു തരുമ്പോൾ, വസ്വാസുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പിടിക്കുമ്പോൾ, ഇബാദത്തുകൾക്കിടയിൽ ശല്യം തീർക്കുമ്പോൾ ഒക്കെ നമുക്ക് അഭയം തേടുവാനുള്ളത് ഈ പറഞ്ഞ പ്രാർത്ഥനാ വചനത്തിലൂടെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധനങ്ങൾ നിങ്ങളെ പിടികൂടി കഴിഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹ്, ഉടൻ നിങ്ങൾ അല്ലാഹുവിൽ അഭയം തേടണം. ഇന്നഹു സമീഉൻ അലീം, കാരണം തീർച്ചയായും പടച്ച റബ്ബ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സൂറത്ത് അഅറാഫിലെ 200-ാമത്തെ ആയത്തിലും സൂറത്ത് ഫുസ്സിലത്തിലെ 36-ാമത്തെ ആയത്തിലും അള്ളാഹു ഒരേപോലെ ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അത്തരം പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം, ഒരു ബോധോദയം പോലെ. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി പറഞ്ഞ രംഗം സ്വഹീഹ് മുസ്ലിമിലെ ഹദീസായി നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കരിക്കുവാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ
ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നാണ് അദ്ദേഹം പരാതിപ്പെട്ടത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് പോലും പലപ്പോഴും കൺഫ്യൂഷൻ ആവും. അതേപോലെ ഏത് ദിക്റാണ് ചൊല്ലിയത്, ഏത് സൂറത്താണ് ഓതിയത് എന്നതുപോലും ആശയക്കുഴപ്പത്തിലാകും. ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പരാതി പറയാൻ. നമ്മളൊക്കെ അങ്ങനെ പരാതി പറയുകയാണെങ്കിൽ നിത്യവും പരാതി പറയണം അല്ലേ? എല്ലായ്പ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ, പരിഹാരം എന്താണെന്നറിയോ? ഫതഅവ്വദ് ബില്ലാഹി മിൻഹു. അദ്ദേഹം പറഞ്ഞത് പിശാചിന്റെ ഉപദ്രവമാണ് പ്രവാചകൻ. ഞാൻ ഓതിയത് ഏതാണ്, എത്ര റക്അത്ത് നമസ്കരിച്ചു, അത്തഹിയാത്തിൽ ഇരുന്നോ, ഇന്നത് ചൊല്ലിയോ, ഒന്നൊന്നും എനിക്ക് അറിയാത്ത പോലത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ അള്ളാഹുവിനോട് രക്ഷ തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞോളണം. നമസ്കാരത്തിലാണെങ്കിൽ പോലും അത് നീ മനസ്സിൽ പറയുക. വത്ഫുൽ അലാ യസാരിക തലാസ, ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 പ്രാവശ്യം തുപ്പുക എന്നും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ സഹാബി പറയുന്നത്, ഞാൻ ആ പ്രവാചകൻ പറഞ്ഞ ചികിത്സാ രീതി സ്വീകരിച്ചപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയുള്ളൊരു ശല്യവും പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇബാദത്തുകൾക്കിടയിൽ എടങ്കോലിടാൻ പിശാച് വരുമ്പോൾ ഉടനെ ബോധമുണ്ടാകണം നമുക്ക്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും പടച്ചറബിനോട് ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട് ഇടത് ഭാഗത്തേക്ക് അങ്ങനെ തുപ്പുവാനും നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ പിശാച് പടച്ചവനെ കുറിച്ച് വേണ്ടാത്ത ചിന്തകളായി, ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച്, ദീനിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കി തരും. അല്ലാഹ് ഇല്ല എന്ന് പറയാൻ, ദീനൊക്കെ ഒരു കളിയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ പാകത്തിൽ പലതരത്തിലുള്ള വസ്വാസുകളും വരുമ്പോൾ അതിന്റെ ഒക്കെ പിന്നാലെ അങ്ങ് വണ്ടിയെടുത്ത് കൂടുകയല്ല ചെയ്യേണ്ടത്. ചിലപ്പോൾ അതിന്റെ പേരിൽ സെർച്ച് ചെയ്ത് കുഫറിന്റെയും ഏറ്റവും പിഴച്ച ആളുകളുടെയും ഒക്കെ ഗ്യാങ്ങുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് എത്തിപ്പെടുന്ന യുവതലമുറ ഈ കാലഘട്ടത്തിലുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വൈജ്ഞാനികമായി അറിയാനും പഠിക്കുവാനും അറിവുള്ളവരെ നിങ്ങൾ സമീപിക്കണം. അതല്ലാതെ പിശാച് തോന്നിപ്പിക്കുന്നതിന്റെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിശാച് നിങ്ങളെയും കൊണ്ടുപോകും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്കൊക്കെയും പറയാനുണ്ടാകും ഒരു പക്ഷേ. അതുകൊണ്ട് അവിടെയും നമ്മൾ അള്ളാഹുവിനെ കൊള്ള അഭയം തേടിക്കൊണ്ട് അഊദു പറയാൻ ശ്രമിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ മനുഷ്യരായ നമുക്കൊക്കെ ചിലപ്പോൾ വല്ലാതെ ദേഷ്യം പിടിക്കാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. മക്കളോട്, ഭാര്യയോട്, സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട്, അയൽവാസികളോട്. ചില ആളുകളൊക്കെ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത് കണ്ടാൽ ഇപ്പൊ അയാളുടെ ചങ്ക് പൊട്ടിത്തെറിക്കുമെന്ന രീതിയിൽ വിറച്ച് അയാളുടെ മുഖമാകെ ചുവന്ന് തുടുത്ത് വല്ലാതെ ദേഷ്യം പിടിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിശാചാണ് നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിങ്ങൾ അഭയം തേടണം പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്. അങ്ങനെ കൺട്രോള് പിശാചിന്റെ കൈകളിലാകുന്നത് നമുക്ക് നോക്കി നിന്നാൽ കാണുവാൻ സാധിക്കുന്ന ആ രംഗത്ത് നിന്ന് അയാളിലേക്ക് തിരിച്ചു കിട്ടുന്ന ആ മാനസികാവസ്ഥക്ക് വേണ്ടി പടച്ചറബിനോട് അഭയം തേടുക, അഊദു പറയാൻ അവിടെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണാം ചിലപ്പോൾ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 2-3 തരത്തിൽ സ്വപ്നങ്ങൾ ഉണ്ടാകും. ഒന്ന് പടച്ചറബ് അറിയിക്കുന്ന സന്തോഷകരമായ സുവിശേഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സന്തോഷ വാർത്തകൾ സ്വപ്നങ്ങളായി വരും. അതല്ലെങ്കിൽ നിങ്ങൾ പകലിൽ കണ്ടതും ചർച്ച ചെയ്തതുമൊക്കെ മനസ്സിലേക്ക് തികട്ടി വന്ന ഒരു ചിത്രം പോലെ നിങ്ങൾക്ക് കാണുന്ന അനുഭവങ്ങളായി സ്വപ്നങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെ ഒന്ന് പിശാച് നിങ്ങളെ വേദനിപ്പിക്കാൻ, വിഷമിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന ദുസ്വപ്നങ്ങൾ, പേക്കിനാവുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ ഭയക്കുന്ന, വെറുക്കുന്ന എന്തെങ്കിലും കാഴ്ചകൾ സ്വപ്നങ്ങളായി നിങ്ങൾ കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ തുപ്പാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറഞ്ഞത്. ഉറക്കിൽ തന്നെ, കിടക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പടച്ചവനിൽ അഭയം തേടിക്കഴിഞ്ഞാൽ, ഇസ്തിആദത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫഇന്നഹാ ലൻ തദുറു, അയാളെ തീർച്ചയായും അതിന്റെ യാതൊരു ദോഷവും അപകടവും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതേപോലെ ചിലപ്പോൾ ചില മൃഗങ്ങളുടെ അട്ടഹാസങ്ങൾ, നായ ഓരിയിടുന്നത് മിക്കവാറും ബാങ്ക് കൊടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കഴുത കരയുന്നത് കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാൻ ഫഇന്നഹു റആ ശൈത്വാന.
അവ പിശാചുക്കളെ കണ്ടിട്ടാണ് ആ വിരളിയെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടണം എന്ന് പഠിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ മലമൂത്ര വിസർജന സ്ഥലത്ത് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇടതുകാൽ വെച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ. ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കണം. കാരണം അവിടെയെല്ലാം പിശാചിന്റെ വാസകേന്ദ്രങ്ങളാണ്, വിഹാര കേന്ദ്രങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള ഷർറിൽ നിന്ന് രക്ഷ തേടുന്ന ആ രക്ഷാമന്ത്രം അഥവാ ഇസ്തിആദത്തും നിങ്ങൾ നടത്തണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബിശ് ശൈത്വാന മാ റസഖതന. അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അല്ലാഹുവേ പിശാചിനെ ഞങ്ങളിൽ നിന്ന് ദൂരപ്പെടുത്തേണമേ. വജന്നിബിശ് ശൈത്വാന മാ റസഖതന, നീ ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്ന അഥവാ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഹലാലായി നീ അനുവദിച്ച ആസ്വാദനങ്ങളിൽ നിന്നും പിശാചിന്റെ എല്ലാ ഇടപെടലുകളെയും നീ ദൂരപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ യാത്രക്കിടയിൽ നമ്മൾ വല്ല സ്ഥലത്തും ഇറങ്ങേണ്ടി വന്നാൽ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ യാത്ര അവസാനിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിന്റെയും കെടുതികളിൽ നിന്ന് പരിപൂർണമായ പടച്ചിറപ്പിന്റെ വചനങ്ങൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന നിങ്ങൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിരിക്കുകയാണ്. അവിടങ്ങളിലുള്ള ഒരു ദോഷവും പ്രയാസവും അത് മുഖേന നമുക്കുണ്ടാവുകയില്ല എന്ന്. അപ്പോ ഇത്തരത്തിലുള്ള അദ്കാറുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ രക്ഷാകവചമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പടച്ച റബ്ബുമായിട്ട് നമ്മെ കൂടുതൽ ബന്ധപ്പെടുത്തുന്ന സംഗതിയാണ്. അത് നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഉറുക്കും ഒരു ഏലസും ഒരു ചാത്തൻ സേവാ മഠവും ഒരു കേന്ദ്രവും നമ്മൾ തേടിപ്പോകേണ്ടി വരികയില്ല. റബ്ബുമായിട്ടുള്ള ബന്ധം സുശക്തമാക്കി കഴിഞ്ഞാൽ പിശാചിന്റെ എല്ലാ കെണികളും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ, വളരെ ദുർബലമാണ്. ശക്തനായ പടച്ചിറപ്പിൽ നമ്മൾ അവലംബിക്കുവാനും റബ്ബിനെ ആശ്രയിക്കുവാനും തയ്യാറുണ്ടോ? മനുഷ്യ പിശാചുക്കളുടെയും ജിന്ന് പിശാചുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ രക്ഷക്കുണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള അദ്കാറുകൾ, ഉറങ്ങാൻ നേരത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, ദുആകൾ ഒക്കെ അതിലെല്ലാം പ്രത്യേകമായി പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷാവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തി പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും നാം ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക കലണ്ടറിലെ ഒരു വർഷം അവസാനിക്കാനായി നിൽക്കാൻ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്തിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും തെറ്റായ പ്രവണതകളുമൊക്കെ നിലനിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ദൂരവ്യാപകമായ ഇസ്ലാമിക വിശ്വാസ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒന്നാണ് മുഹറം 1 മുതൽ 10 വരെ നെഹസിന്റെ ദിവസങ്ങളാണ്, ഒരു നല്ല കാര്യവും അപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന ഒരു തെറ്റായ ധാരണ.
വിസയൊക്കെ റെഡിയാണ്, ടിക്കറ്റും ഒക്കെയാണ്. ആ സമയത്ത് വേണമെങ്കിൽ ചീപ്പായിട്ട് വിലക്കുറവിഞ്ഞ് നമുക്ക് ടിക്കറ്റ് കിട്ടും. എന്നാലും 1 മുതൽ 10 വരെ ഞാൻ പോണില്ല, പോയാൽ ഗുണം പിടിക്കൂല എന്ന് ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചേക്കാം. അതേപോലെ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, ഫിനിഷിംഗ് വർക്കെല്ലാം ടച്ചിങ് അടക്കം കഴിഞ്ഞ് ഇനി അതിലേക്ക് കാലെടുത്ത് വെച്ച് കയറേണ്ടതുള്ളൂ, മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ, അഥവാ അത്തരത്തിലുള്ള ദുശഗുണത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വിശ്വാസമായി സ്വീകരിക്കുമ്പോൾ, ഈമാൻ, ഇസ്ലാം, തൗഹീദ്, തവക്കുൽ എന്നുള്ള ഇസ്ലാം പഠിപ്പിച്ച ആശയാദർശങ്ങളെ അറക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതേ സംഭവിക്കുകയുള്ളൂ. ഖൈറും ഷർറും പടച്ചവൻ നീ തീരുമാനിക്കുന്നതാണ്, നിശ്ചയിക്കുന്നതാണ്. ഒരു ദിവസവും അതിന് തടസ്സമല്ല, ദോഷമല്ല. അള്ളാഹ് സൃഷ്ടിച്ച എല്ലാ ദിവസവും ഒരു നന്മക്കും മുടക്കമല്ല. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇത്തരം ചിന്താഗതിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു വലിയ ഫത്വയുണ്ട്. വലിയതെന്ന് പറഞ്ഞാൽ ദൈർഘ്യം എന്ന അർത്ഥത്തിലല്ല, വിശ്വാസിയുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വചനമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന ഹാദാ മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹദിയിൽ മുഅ്മിനീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം. പടച്ചറബിൽ തവക്കുലാക്കി ജീവിക്കുന്ന വിശ്വാസിയുടെ രീതിയല്ല അത്. ജൂതന്റെ മാതൃകയാണ്, സുന്നത്താണ് എന്നാണ്. ജൂതന്മാരിൽ നിന്ന് ഷിയാക്കൾ കടമെടുത്തു. ഷിയാക്കളിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പടർന്ന് പന്തലിച്ച അന്ധവിശ്വാസമാണ് അത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഒരു നന്മക്കും ഒരു ദിവസവും തടസ്സമല്ല. 1 മുതൽ 10 വരെയുള്ള ദിവസം, അതും അള്ളാഹ് ആദരിച്ച മുഹറം മാസം എന്ന് പറഞ്ഞാൽ തന്നെ അഷ്ഹുറുൽ ഹുറും, പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ്. അപ്പൊ അതിന് ദോഷം ദർശിക്കുക എന്നത് ഈമാനുള്ളവരുടെ, ഇസ്ലാം പഠിച്ച ആളുകളുടെ രീതിയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ചില ആളുകൾ 1 മുതൽ 10 വരെ പ്രത്യേകമായ ഒരു നോമ്പെടുക്കുന്ന രീതി, ഇത്തരം ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ ഒരു പ്രത്യേക നോമ്പില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് നമുക്ക് ഏത് ദിവസവും എടുക്കാവുന്നത് പോലെ ആ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കാം. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായൊരു സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ സ്വഹാബത്ത് മാതൃക കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മാറി ദീനിൽ എന്താണോ ഉള്ളത് എന്ന് കൃത്യമായി പഠിച്ച് അത് പിൻപറ്റുവാൻ നമ്മൾ മനസ്സ് വെക്കുകയും പടച്ചറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് പടച്ചറബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും പാകപ്പിഴവുകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. രോഗികളായി പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി വിഷമിക്കുന്ന, മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് ദൂരീകരിച്ച് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.